ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ട്രയൽ ബാലൻസാണ്. നമുക്ക് ട്രയൽ ബാലൻസിന് അഡ്വാൻറ്റേജസുകൾ പറയുന്നുണ്ട്, അതുപോലെ ലിമിറ്റേഷൻസും പറയുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഒരു 4 അതൊന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്, നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് അരിതമെറ്റിക്കൽ ആക്യുറസി ഉറപ്പുവരുത്താനാണല്ലോ. സോ അതുകൊണ്ട് തന്നെ അരിതമെറ്റിക്കൽ ആക്യുറസി ഉറപ്പുവരുത്തുന്നുണ്ട് എന്നതിൻ്റെ ഒരു പ്രൂഫും കൂടെയാണ് ഈ ഒരു ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അരിതമെറ്റിക്കൽ ആക്യുറസി ഉറപ്പുവരുത്തുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു പ്രൂഫാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് പറയാനുള്ളൊരു പ്രൂഫാണെന്ന്. നെക്സ്റ്റ് രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത്, എല്ലാ ഓരോ പർട്ടിക്കുലർ ഡേറ്റിൻ്റെയും ഓൾ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ബാലൻസ് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോ പർട്ടിക്കുലർ പീരിയഡിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ബാലൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് മൂന്നാമത്തെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ബേസ് ആയിട്ടാണ് ലെഡ്ജർ ട്രയൽ ബാലൻസിനെ കാണുന്നത്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ജേണലിൻ്റെയും ലെഡ്ജറിൻ്റെയും കഴിഞ്ഞ ശേഷം അതിൻ്റെ അരിതമെറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് അല്ലേ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ്. ആ ട്രയൽ ബാലൻസ് രണ്ട് സൈഡും ഓക്കെ ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ, അത് നമുക്ക് അത് ബാക്കിയുള്ള ക്ലിയർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ എമൗണ്ട് വെച്ചിട്ടാണ്, അഥവാ ട്രയൽ ബാലൻസിൻ്റെ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട്സുകളായിട്ടുള്ള ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു ബേസ് ആയിട്ടാണ് ട്രയൽ ബാലൻസിനെ കാണുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്, ഇത് ഇങ്ങനെ ട്രയൽ ബാലൻസുകൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാഫുകൾക്ക് ഒരു റെഗുലർ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. അവർ കൃത്യമായിട്ട് കെയർഫുള്ളായിട്ട് അക്കൗണ്ടിങ് പ്രോസസ്സുകൾ ചെയ്യാനും അവർ മുൻകൈ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാഫിന് വർക്കുകൾ കെയർഫുള്ളായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കാരണം ഇത് റെഗുലറായിട്ട് പ്രിപ്പയർ ചെയ്യല്ലേ, അതുകൊണ്ട് കേട്ടോ. ഇനി അപ്ഡേറ്റ് ആയിട്ട് ഇതിങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ മിസ്റ്റേക്കുകളെല്ലാം ഒഴിവായി കിട്ടുന്നുണ്ട്, അതും പറയുന്നുണ്ട്. 4 അഡ്വാൻറ്റേജസുകളാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞ ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസിൽ ഒന്നാമത്തെ കാര്യം, ഓൾ ടൈപ്സ് ഓഫ് എറേഴ്സ് ഇതിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് അരിതമെറ്റിക്കൽ ആക്യുറസി ഉറപ്പുവരുത്തുക മാത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യം മാത്രം, അല്ലെങ്കിൽ ഈ ഒരു ഫിഗറിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ളത് അവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം ആളുകളുടെ കഴിവോ അല്ലെങ്കിൽ അവർ ക്വാളിറ്റിയോ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് ഗുഡ് വില്ലോ മറ്റുള്ള വർക്കുകളോ ഒന്നും അവിടെ അവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഇത് ഇവിടെ ഹരിതമെറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ എറേഴ്സുകളും തെറ്റായിട്ട് എല്ലാ എറേഴ്സുകളും അവിടെ കണ്ടുപിടിക്കാൻ കഴിയില്ല, ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ചില ടൈപ്സ് ഓഫ് എറേഴ്സുകൾ അവിടെ ഉണ്ട്, അത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, അതൊരു ലിമിറ്റേഷനാണ്. ഇനി രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത്, ഈ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ബാലൻസുകൾ നമുക്ക് കാണാനും അത് ഈക്വലാണോ എന്ന് അറിയാനും വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫോർമേഷൻ മാത്രമാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻസുകൾ ഉണ്ടെങ്കിൽ അതൊന്നും അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ പൊസിഷൻസുകളോ പിന്നെ അതുപോലെ മറ്റുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസോ മറ്റുള്ള നെറ്റ് റിസൾട്ടുകളോ ഒന്നും തന്നെ അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയാസും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. സോ അപ്പോൾ 2 ലിമിറ്റേഷൻസാണ് പറഞ്ഞത്. ഓൾ ടൈപ്സ് ഓഫ് എറേഴ്സുകൾ നമുക്കൊരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തത്
ട്രയൽ ബാലൻസ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി അഡീഷണൽ ഇൻഫർമേഷൻ. ഇത്രയാണ് 2 ലിമിറ്റേഷൻസ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഹെഡാണ് റെക്ടിഫിക്കേഷൻ എറേഴ്സ്. ഇപ്പം നമ്മൾ കുറേ എറേഴ്സുകൾ പഠിച്ചു. ഇന്ന എറർ വരും അല്ലേ, 1 സൈഡും 2 ഡബിൾ എൻട്രി, 2 മീൻസ് അല്ലെങ്കിൽ ഒമിഷനും, അങ്ങനെ ഒരുപാട് എറേഴ്സുകൾ നമ്മൾ പഠിച്ചല്ലോ. ആ എറേഴ്സുകളെ നമുക്ക് എറേഴ്സുകളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? തെറ്റുകളെ തെറ്റായിട്ട് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മളെ ബാധിക്കും, സ്ഥാപനത്തിനെ ബാധിക്കും അല്ലേ. അപ്പോൾ അതിനെ എന്ത് വേണം? തിരുത്തിയിട്ട് കൊണ്ടുപോകണം. തെറ്റ് തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം, എന്ത് പ്രോബ്ലം ആണെങ്കിലും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. റെക്ടിഫിക്കേഷൻ നടത്താം, തെറ്റുകൾ തിരുത്തണം എന്നുള്ളതാണ്. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, തിരുത്തിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ലൊക്കേറ്റ് നമ്മൾ ഏതെങ്കിലും എറേഴ്സുകൾ എപ്പോൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ റെക്ടിഫൈ ചെയ്യണം എന്നുള്ളത്. അത് എന്തായാലും നമുക്ക് റെക്ടിഫൈ ചെയ്തിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിനെ മനസ്സിലാക്കേണ്ട കാര്യം ഓവറായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ. ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക. റെക്ടിഫിക്കേഷൻ എറേഴ്സ് എന്ന് പറയുന്നത് ഈ എറേഴ്സുകളെ, നമ്മൾ പറഞ്ഞ എറേഴ്സുകളെ തെറ്റു തിരുത്താൻ വേണ്ടിയിട്ട് റെക്ടിഫിക്കേഷൻ എൻട്രീസുകൾ നമ്മൾ പാസ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ എൻട്രി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ എൻട്രി നമ്മൾ ജേണലായിട്ട് കൊടുത്തിട്ട് അത് ട്രയൽ ബാലൻസിലും ലെഡ്ജറിലും പാസ് ചെയ്തിട്ട് ഈ ഒരു തെറ്റിനെ നമ്മൾ ഓവർകം ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. റെക്ടിഫിക്കേഷൻ എറേഴ്സ് നമ്മൾ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ എറേഴ്സ് തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റെക്ടിഫിക്കേഷൻ എൻട്രീസുകൾ നമ്മൾ പാസ് ചെയ്യും എന്നുള്ളതാണ് കേട്ടോ. റെക്ടിഫൈ എൻട്രീസുകൾ നമ്മൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ അത് പാസ് ചെയ്യും. മീൻസ് പാസ് ചെയ്യുക എന്നാൽ എഴുതി കൊടുക്കും കേട്ടോ. ഇനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, 2 കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള എറേഴ്സുകളുണ്ട്. ഒന്ന് 1 സൈഡ് എററും രണ്ടാമത്തെ 2 സൈഡ് എററും. പ്രധാനപ്പെട്ട എറേഴ്സുകളാട്ടോ. ഈ 2 എറേഴ്സുകൾക്കാണ് നമ്മൾ കൂടുതലായിട്ടും റെക്ടിഫിക്കേഷൻ എൻട്രീസുകൾ കൊടുക്കാറുള്ളത്. 1 സൈഡ് എററും 2 സൈഡ് എററും കേട്ടോ. 1 സൈഡ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എറേഴ്സ് ഓഫ് ഒമിഷൻ. അതാണ് ഇവിടെ പറയുന്നത്. എറേഴ്സ് ഓഫ് ഒമിഷനാണ് 1 സൈഡും 2 സൈഡും പറയുന്നത് കേട്ടോ. കാരണം 1 സൈഡ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീനറി വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് അപ് ടു ക്യാഷാണ് കൊടുക്കുക അല്ലേ, ക്യാഷിന് വാങ്ങിച്ചെങ്കിൽ. അപ്പോൾ അവിടെ ക്യാഷ് ബുക്കിലും കാണിക്കണം, എവിടെ പർച്ചേസ് ബുക്കിലും കാണിക്കണമല്ലോ. സോ ഇവിടെ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ മാത്രം കാണിച്ചിട്ട്, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ മാത്രം കാണിച്ചു, പർച്ചേസ് അക്കൗണ്ടിൽ കാണിച്ചില്ല, അത് വിട്ടുപോയി. അതാണ് 1 സൈഡ് എറർ എന്ന് പറയുന്നത് കേട്ടോ. ഒരു അക്കൗണ്ടിൽ കാണിച്ചു, മറ്റേ അക്കൗണ്ടിൽ കാണിച്ചില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 1 സൈഡ് എററാണ്. ദെൻ 2 സൈഡ് എററാണ്. സെക്കൻഡ് വൺ ആണ് 2 സൈഡ് എറർ. അത് രണ്ടും എന്താണ്? 2 സൈഡിലും കാണിക്കാതെ ആ ട്രാൻസാക്ഷൻ തന്നെയാണ് വിട്ടുപോവുക ചെയ്യുന്നത്. അതാണ് എന്ത്? കംപ്ലീറ്റ് എറേഴ്സാണ് 2 സൈഡ് എറർ എന്ന് പറയുന്നത്. 1 സൈഡ് എറേഴ്സിനെ നമുക്ക് പാർഷ്യൽ എറേഴ്സ്, പാർഷ്യലി ഒമിഷൻ അല്ലേ, നമ്മൾ പഠിച്ചതാണ്. പാർഷ്യലി ഒമിഷനായിട്ടും പറയാം, പാർഷ്യലി ഒമിഷൻ എറേഴ്സായിട്ടും പറയാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 1 സൈഡ് എററിനാണ് നമ്മൾ വേറൊരു എൻട്രി ക്രിയേറ്റ് ചെയ്ത് പാസ് ചെയ്ത് കൊടുക്കാറുള്ളത്. 2 സൈഡ് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തമായിട്ട് ഒഴിവാക്കുകയാണല്ലോ. അപ്പോൾ അത് പിന്നീട് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ എൻട്രി എഴുതി കൊടുത്താൽ മതി, ഏത് 2 സൈഡ് എററിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ 1 സൈഡ് എററിന് അത് പോരാ. നമ്മൾ ചെയ്ത എമൗണ്ട് എവിടെയാണോ ഡിഫറൻസ് വന്നിട്ടുള്ളത് ആ ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡിഫറൻസിനെ നമ്മൾ എവിടെയാണോ ചേർക്കേണ്ടത് അതിന് പുതിയൊരു എൻട്രി ക്രിയേറ്റ് ചെയ്തിട്ട് ആ എൻട്രി എഴുതിയിട്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നോക്കിയിട്ട് നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ 1 സൈഡ് എറർ പറഞ്ഞാൽ ഒരു അക്കൗണ്ട്സിൽ മാത്രം കാണിക്കുന്നത്, മറ്റേ അക്കൗണ്ടിൽ വിട്ടുപോകുന്നത്. 2 സൈഡ് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ ഒരു ഇത് വിട്ടുപോകുന്നതാണ് കേട്ടോ. ഇപ്പോൾ 1 സൈഡ് എറേഴ്സിനൊക്കെ പറയുന്നുണ്ട് എക്സാമ്പിൾ. ദേശ്മുഖിൻ്റെ അടുത്ത് 100 രൂപ റിസീവായി, ദേശ്മുഖ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. മീൻസ് ക്യാഷ് ബുക്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്തു? ദേശ്മുഖിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ റിസീവാക്കി, ഡെബിറ്റ് ചെയ്തു. ദേശ്മുഖിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്തു. ക്യാഷ് ബുക്കിലാണ് നമ്മളിത് എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചു. അങ്ങനെയുള്ളതാണ് അവിടെ കേട്ടോ പറയുന്നത്.
ദിസ് എറേഴ്സ് ആഫക്റ്റഡ് ഓൺലി വൺ സൈഡ് എറർ. മനസ്സിലാവുന്നുണ്ടോ? ദേശ്മുഖിൻ്റെ അടുത്ത് നിന്ന് 100 രൂപ റിസീവായി, എന്നിട്ട് ആളുടെ അക്കൗണ്ടിൽ നമ്മൾ 10 രൂപ എന്ന് വെച്ചിട്ട് 10 രൂപയാണ് കേട്ടോ. അപ്പോൾ ആളുടെ അക്കൗണ്ടിൽ 10 രൂപ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കാണിച്ചു. അപ്പോൾ അവിടെ 10 രൂപ ഡിഫറൻസ്, 100 രൂപ എന്നുള്ളത് 10 രൂപയായിട്ടാണ് കാണിച്ചത്. അതൊരു തെറ്റായിട്ട് കാര്യമാണ്. ഇനി അത് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാഷ് ബുക്കിൽ 100 രൂപയായിട്ടും ഇൻസ്റ്റഡായിട്ട് കൊടുത്തു എന്നുള്ളതാണ്. സോ അവിടെ ഒരു അക്കൗണ്ടിനെ ബാധിച്ചു, ഒരു അക്കൗണ്ടിനെ ബാധിച്ചില്ല. അപ്പോൾ അതാണ് വൺ സൈഡ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്, നമ്മളൊരു പർച്ചേസ് നമ്മൾ പർച്ചേസ് ബുക്കിൽ ഓവറായിട്ട് 1000 രൂപ നമ്മൾ കൊടുത്തു. അത് ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് അക്കൗണ്ടിൽ ടോട്ടലിൽ അത് വന്നു അല്ലേ. അപ്പോൾ നോട്ട് അതർ അക്കൗണ്ട് അഫക്റ്റഡ്. മറ്റുള്ള അക്കൗണ്ട് പർച്ചേസ് ബുക്കിൽ അത് ഓവറായിട്ട് വന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ഓവറായിട്ട് വരുമ്പോൾ ചെയ്യേണ്ട എൻട്രീസും കുറഞ്ഞു വരുമ്പോൾ വരുന്ന എൻട്രീസൊക്കെ നമുക്ക് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓവർകാസ്റ്റായിട്ട് വരുമ്പോഴും അങ്ങനെ വരുമ്പോൾ നമ്മളെ പർച്ചേസ് അക്കൗണ്ട്സിലെ ഡെബിറ്റ് സൈഡിനെ അത് ബാധിക്കുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള 2 സൈഡ് എററാണ്. 2 സൈഡ് എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ക്രെഡിറ്റ് സെയിൽസ് 1080 രൂപക്ക് ആനന്ദിന് കൊടുത്തിട്ടുണ്ട്. റോങ്ങിലി റെക്കോർഡ് ചെയ്തത് 1080 എന്നുള്ളത് 1800 അവർ റെക്കോർഡ് ചെയ്തു. അത് 2 സൈഡിന് ബാധിക്കുന്നുണ്ട്. 2 അക്കൗണ്ട്സ് എഫക്റ്റഡ്, 2 അക്കൗണ്ട്സിനെയും ബാധിക്കുന്നത്. ഇനി ആനന്ദ് ആൻഡ് സെയിൽസ് അക്കൗണ്ട് ഉണ്ടല്ലോ, അതിൽ ആനന്ദ് അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റഡ് ഇനി 1800. ദെൻ അതുപോലെ ഇൻസ്റ്റഡ് മീൻസ് 1080 എന്നുള്ളത് 1800 ആക്കിയിട്ട് കൊടുത്തു. സെയിൽസ് അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് അഡീഷണൽ ആയിട്ട്. അപ്പോൾ അവിടെ എത്ര വന്നു, 1800 മൈനസ് 1080 720 രൂപ അവിടെ എന്തായി, ഹയർ ആയിട്ട് വന്നു കേട്ടോ. അങ്ങനെ വരും, കാരണം നമ്മളിങ്ങനെ ഡിഫറൻസ് ഇങ്ങനെ മാറി എഴുതി കഴിഞ്ഞാൽ ഡിഫറൻസ് വരുമല്ലോ, അതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണ് 2 സൈഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ ആനന്ദിൻ്റെ അക്കൗണ്ടിൽ 1800 നമ്മൾ കൊടുത്തെങ്കിൽ നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ 1080 കൊടുത്താൽ 720 രൂപേൻ്റെ ഡിഫറൻസ് മറ്റേ സൈഡിൽ വരും കേട്ടോ. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു റെക്ടിഫിക്കേഷൻ എൻട്രീസുകൾ എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ഭാഗം പറയുന്നത്. അതാണ് റെക്ടിഫിക്കേഷൻ ഓഫ് വൺ സൈഡ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്യൂട്ടബിളായിട്ടുള്ള ഒരു ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഡെബിറ്റിംഗ് അക്കൗണ്ടിനെ ക്രെഡിറ്റിംഗ് അനദർ, ഒന്നിൽ ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റതിൽ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റതിൽ. അപ്പോൾ അതിൽ നോക്കുക, ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ദേശ്മുഖ് അക്കൗണ്ട് ക്രെഡിറ്റഡ് ഷോർട്ട് ₹90 രൂപ ദേശ്മുഖിൻ്റെ അക്കൗണ്ടിൽ 90 രൂപ ക്രെഡിറ്റ് സൈഡിൽ ഷോർട്ടായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ എൻട്രി നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയാണ്: ബൈ ഡിഫറൻസ് ഇൻ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഹിം പോസ്റ്റഡ് ഓൺ 90 രൂപ എഴുതിയിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 90 രൂപ അവിടെ വരും. ഇനി വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഡെബിറ്റ് അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ടിൽ ഓവർകാസ്റ്റായിട്ട് അല്ലേ, അപ്പോൾ പർച്ചേസ് അക്കൗണ്ട്സിൽ നമ്മൾ ഓവറായിട്ട് 1000 രൂപ വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഓവർകാസ്റ്റിംഗ് പർച്ചേസ് ബുക്സ് ഫോർ ദിസ് മന്ത് എന്ന് പറഞ്ഞാണ്ട് 1000 രൂപ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. എക്സസ് ആയിട്ട് 1000 രൂപ വന്നു, അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ ഇങ്ങനെയാണ് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺ ആണ്. സെയിൽസ് റിട്ടേൺ ഫോർ ദിസ് ജൂൺ അണ്ടർ കാസ്റ്റ് ആയിട്ട്, സെയിൽസ് റിട്ടേൺ അണ്ടർ കാസ്റ്റ് ആണല്ലോ, നമുക്ക് സെയിൽ ചെയ്തത് കിട്ടുകയാണല്ലോ. സോ അതുകൊണ്ട് അപ്പം നമ്മൾ 10 രൂപയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ജേണലായിട്ട് കൊടുക്കുന്നത് വെച്ചാൽ അണ്ടർ കാസ്റ്റ് സെയിൽസ് റിട്ടേൺ ബുക്സ് ഓഫ് ഫോർ മന്ത് പറഞ്ഞാൽ 10 രൂപ ഡെബിറ്റ് സൈഡിലേക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇത് സെയിൽസ് റിട്ടേൺ ആണല്ലോ. അപ്പോൾ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്സിൽ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ അതിനെ ബാധിക്കുന്നുണ്ട്. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്സിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് ഡെബിറ്റ് സൈഡിൽ ഷോർട്ടായിട്ട് 10 രൂപ കാണിക്കും. കാരണം നമ്മുടെ അറിയാം സെയിൽസ് റിട്ടേൺ ആണ്, സെയിൽസ് ഇൻവേർഡ്സ് ആണ്.
അപ്പോൾ ഇൻവേർട്സ് ആയതുകൊണ്ട് എന്താണ് ഡെബിറ്റ് സൈഡിൽ ഷോർട്ടായിട്ട് 10 രൂപ കാണിക്കും. സോ അതിന് നമ്മൾ കറക്റ്റായിട്ട് ഒരു അഡീഷണൽ എൻട്രി കൊടുത്തിട്ട് ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നോക്കുക, ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത് നമ്മൾ ഒരു സൈഡിൽ 2 വട്ടം നമ്മൾ പോസ്റ്റ് ചെയ്ത് ട്വൈസ് ഇൻട്രസ്റ്റ് അക്കൗണ്ട്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന എൻട്രി ബൈ ഡബിൾ പോസ്റ്റിംഗ് ഫ്രം ക്യാഷ് ബുക്ക് ഓൺ നോ റെക്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട് 1000 രൂപ എന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ എൻട്രീസല്ല ജേണലൊന്ന് നോക്കുക കേട്ടോ. നമ്മൾ എഴുതി കൊടുക്കുന്ന ജേണൽ. നെക്സ്റ്റ് കമ്മീഷന് നമുക്ക് കമ്മീഷൻ നടത്തി എന്നാണ് പറയുന്നത് 300 രൂപ. അപ്പോൾ നമ്മൾ ക്രെഡിറ്റാണ്, കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ക്രെഡിറ്റ് ആണല്ലോ. അപ്പോൾ അതിന് കമ്മീഷൻ ബൈ ഒമിഷൻ പോസ്റ്റിംഗ് ഫ്രം ക്യാഷ് ബുക്ക് ക്യാഷ് ബുക്കിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത്. ഒമിറ്റ് ചെയ്ത് 300 രൂപ കേട്ടോ, 300 രൂപ. അങ്ങനെയാണ് ആ ഒരു എൻട്രി നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസ് തിവാരിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ എക്സാമ്പിൾ പറയുന്നുണ്ട്. നോക്ക്, ക്രെഡിറ്റ് സെയിൽസ് ആണ്. ക്രെഡിറ്റ് സെയിൽസിൽ നമ്മൾ അറിയാണ്ട് നമ്മൾ എന്ത് ചെയ്തു, റോങ് ക്രെഡിറ്റ് ആയിട്ട് 1000 രൂപ ആളുടെ അക്കൗണ്ടിൽ, കിട്ടാത്ത ക്യാഷ് ആണല്ലോ, കിട്ടാത്ത ക്യാഷ് നമ്മൾ ആളുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ടിൽ. ദെൻ ഇവിടെ കിട്ടാത്ത ക്യാഷ് കിട്ടിയെന്ന് പറയുമ്പോൾ അവിടെ കിട്ടിയിട്ടില്ല, അത് ഓൾറെഡി റോങ് ആയിട്ട് നമ്മൾ എൻട്രി ചെയ്തു. റോങ് ആയിട്ട് കൊടുത്തത് 1000 രൂപ. ഇനി നമുക്ക് കിട്ടാനും ഉണ്ടല്ലോ 1000 രൂപ. അപ്പം അങ്ങനെ ടോട്ടലി 2000 രൂപ എന്നൊക്കെ ദിവാരിൻ്റെ അക്കൗണ്ടിൽ ഡബിൾ എമൗണ്ട് വരും. കാരണം ഇത് എന്താണ്, കിട്ടാത്തത് എൻട്രി ചെയ്തല്ലോ, റോങ് ആയിട്ട് എൻട്രി ചെയ്തെന്ന് പറയുന്നുണ്ട്. അത് റിമൂവ് ചെയ്യണം. ഓൺലി ആദ്യം എന്താണ് റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ്, ആളുടെ അക്കൗണ്ടിൽ 2000 രൂപൻ്റെ ഇതാണ് വരുന്നത്. അപ്പോൾ പോസ്റ്റിംഗ് സെയിൽസ് മെയ്ഡ് ഹിം ക്രെഡിറ്റ് സൈഡ് നോട്ട് റെക്ടിഫൈഡ്, ക്രെഡിറ്റ് സൈഡ് റെക്ടിഫൈ ചെയ്തിട്ടുള്ളത് 2000 രൂപ എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. അത് 2000 വരാൻ കാരണം ഓൾറെഡി അവിടെ 1000 രൂപ കിട്ടാത്തത് എഴുതി വെച്ചു. പിന്നെ നമുക്ക് കിട്ടാനും 1000 ഉണ്ടല്ലോ, ആ എഴുതി വെച്ചതാണെന്ന് മൈനസ് ചെയ്യണമല്ലോ. ആ മൈനസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എഴുതി വെച്ചത് നോർമലി ആഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ 1000 ഉണ്ട്, പിന്നെ ഈ കിട്ടാനുള്ള 1000 ഉണ്ട് കേട്ടോ. അങ്ങനെ 2000 രൂപയാണ് അവിടെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയാണ് ഇന്ന് പറയുന്നത്.